ഹായ് ഓൾ, SSC CGL നോട്ടിഫിക്കേഷൻ വരാനായല്ലേ? മാർച്ചിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരാം, പിന്നെ എക്സാം നമുക്ക് ഉടനെ തന്നെ വരാം. അപ്പോൾ ഇനി നമ്മളുടെ ടൈം എന്ന് പറയുന്നത് മാക്സിമം പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രീവിയസ് കട്ട് ഓഫ് എന്തൊക്കെയാണ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ ടോപ്പിക് വൈസ് വെയിറ്റേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് എല്ലാ മാത്സ്, നമുക്ക് എന്തൊക്കെ സബ്ജക്റ്റ് ആണുള്ളത്, മാത്സ് ഉണ്ട്, അതുപോലെ റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുഴുവനും കാണാം, എന്നിട്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, സോ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നമ്മൾ നോക്കിയാൽ എത്രയാണ് വരുന്നത്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ UR ആണെങ്കിൽ നമുക്ക് വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 133 ആണ്. 36 ആണ്, 136 ആണ് നമ്മുടെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ അതിന് മുന്നത്തെ വർഷമൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രയാണ്, 2024 ആണെങ്കിൽ നമുക്ക് വരുന്നത് 153 ആ റേഞ്ചൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് എന്താ 136 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ എക്സാം നടത്തിയതാണ് എഡ്യൂക്കേറ്റി എന്ന് പറയുന്ന ഒരു വെണ്ടറാണ്. അപ്പോൾ അവരാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട് ഓഫ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എത്രയാണ്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. എത്ര നമ്മൾ ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്ത് 136 ആയിരുന്നു കട്ട് ഓഫ്. ഇനി നമ്മുടെ സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. എന്താ, 2 tier ആയിട്ടാണ് എക്സാം നടക്കുന്നത്. Tier 1 ഉണ്ട്, Tier 2 ഉണ്ട്. അപ്പോൾ അതിൽ Tier 1 സിലബസ് ആണിത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. 25 ക്വസ്റ്റ്യൻ, ഈ 4 ഏരിയയിൽ നിന്ന് നമുക്ക് 25 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇനി Tier 2 ആണെങ്കിൽ നമുക്ക് 2 പേപ്പർ ഉണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. അതിൽ പേപ്പർ 2 ആണെങ്കിൽ JSOന് മാത്രമാണ് പേപ്പർ 2 ഉള്ളത്. ബാക്കി പേപ്പർ 1 ബാക്കിയുള്ള എല്ലാത്തിനും കമ്പൽസറി ആണ്. അതായത് എല്ലാ ആൾക്കാരും, അതായത് JSO അല്ല, ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യണം, ഇത് എഴുതണം, പേപ്പർ 1 എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ Tier 2 സിലബസ്. അപ്പോൾ നോക്കിയേ പാറ്റേൺ, Tier 2 പാറ്റേൺ കൃത്യമായി നോക്കിയേ. അപ്പോൾ ഇതൊക്കെയാണ് Tier 2 പാറ്റേൺ. അതിൽ പേപ്പർ 2 JSOന് മാത്രമാണ്, ഇത് എല്ലാവർക്കും കമ്പൽസറി ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ പാറ്റേൺ നമുക്കറിയണം, പാറ്റേൺ അറിഞ്ഞു, നമ്മുടെ കട്ട് ഓഫ് അറിഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് ഓരോ ടോപ്പിക്കിനും എങ്ങനെയാണ് വെയിറ്റേജ്. അതായത് ഇപ്പോൾ മാത്സ് ആണെങ്കിൽ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കും ഉണ്ടാവും. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആണ് ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്, ഇനി TCS നടത്തുമ്പോൾ ഉണ്ടായതും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എഡ്യൂക്കേറ്റീവ് നടത്തുമ്പോൾ ഉണ്ടായതും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ക്വസ്റ്റ്യൻ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഇതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കി, ആദ്യം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇത് പ്രിലിമിനറി എക്സാം, നമ്മുടെ Tier 1 പ്രിലിമിനറി അല്ലെങ്കിൽ Tier 1 എക്സാം നോക്കിയാൽ നമുക്ക് കാണുന്നത് നോക്കിയേ, പേഴ്സൻറ്റേജ്. ഇതാണ് CGL 2022 മുതൽ 24 വരെ ആ ഒരു റേഞ്ചിലത്തെ കാറ്റഗറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 22 മുതൽ 24 വരെ നോക്കിയാൽ ഏതാണ്ട് പേഴ്സൻറ്റേജ് 2 വീതം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ TCS ആണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് നടത്തിയിട്ട് നമ്മൾ നോക്കിയേ 3 ക്വസ്റ്റ്യൻ വീതം വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോന്ന് അനലൈസ് ചെയ്യുക, ഈ ഏരിയയ്ക്ക് ഓരോന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയ ഏതാണെന്ന് നിങ്ങൾ നോക്കിയേ. ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയ നമുക്ക് നോക്കിയാൽ പ്രോഫിറ്റ് ലോസ് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കിയാൽ എന്താ പേഴ്സൻറ്റേജ് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ടത്, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഏതാണെന്ന് വെച്ചാൽ പേഴ്സൻറ്റേജ്, റേഷ്യോ പ്രൊപ്പോർഷൻ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതൊക്കെയാണ് എക്സാമിന്, ഏത് എക്സാം SSC ആയിക്കോട്ടെ, റെയിൽവേ എക്സാം ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഈ ഏരിയ എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ അരിത്തമാറ്റിക് ഏരിയയിൽ നിന്ന് പേഴ്സൻറ്റേജ്, അതുപോലെ നോക്കിയേ പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ പ്രൊപ്പോർഷൻ, പിന്നെ നോക്കിയേ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് റേഷ്യോ ആണ് വരുന്നത്. പക്ഷേ നോക്കിയേ, TCS നടത്തുമ്പോൾ 2024 പാർട്ട്ണർഷിപ്പിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിയേ 2 to 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ നമ്മൾ നോക്കാം ഏതൊക്കെ ഏരിയയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ ലെവലിൽ വന്നാൽ നോക്കിയേ, അരിത്തമാറ്റിക് 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ഓൾജിബ്രയിൽ 2 to 3 ക്വസ്റ്റ്യൻ, ഇവിടെ 2 ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ട്. ട്രിഗണോമെട്രി ഏറ്റവും കൂടുതൽ, മെൻസുറേഷൻ ആണ് 4 to 5 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുള്ളത്. അപ്പോൾ പലരും എക്സാമിന്, ഇപ്പോൾ നമ്മുടെ CGL എക്സാമിനൊക്കെ പോകുമ്പോൾ പലരും മെൻസുറേഷൻ അങ്ങ് വിട്ടുകളയും. കാരണം അവിടെ കുറേ ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മുടെ സിലിണ്ടറിൻ്റെ വോളിയം, ഇതൊക്കെ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കിയേ 4 to 5 ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് നോക്കുക. കട്ട് ഓഫ് നമ്മൾ ഒരു 136 ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം, ചിലപ്പോൾ ഈ പ്രാവശ്യം കൂടാം. സോ ആ കട്ട് ഓഫ് കിടക്കണമെങ്കിൽ നമ്മൾ എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്തിട്ട് പോകണം.
ഓക്കെ, അപ്പോൾ മെൻസുറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസുറേഷൻ വിട്ട് കളയരുത്. കാരണം 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ നമുക്ക് എളുപ്പമാണ്. സിംപ്ലിഫിക്കേഷൻ നോക്കിയാൽ 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ഏരിയ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. പക്ഷേ നോക്കിയേ, ഡി ഐ ആണെങ്കിൽ നമുക്കിതാ 2022 മുതൽ 24 വരെ ഡി ഐന്ന് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഡി ഐന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡി ഐ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക ഏതൊക്കെ ഏരിയ എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാം, ഞാൻ എങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ഫസ്റ്റ് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലാസ്റ്റത്തേക്ക് വെക്കണം കേട്ടോ. കാരണം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചു നോക്കിയാൽ, ഇപ്പോൾ ട്രിഗണോമെട്രി ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല. അതായത് നമുക്ക് ട്രിഗണോമെട്രിയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കോസ് ഈക്വൽ ടു 2/3 അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് തന്നെ ചെയ്യാം. ഇനി കുറച്ച് നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്ത്, അതായത് നമ്മളെ ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ട്രിഗണോമെട്രി ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ലാസ്റ്റത്തേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ചിലപ്പോൾ നമുക്ക് ടൈം കൂടുതൽ എടുക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻസ് നോക്കുക, എന്നിട്ട് എങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. എങ്ങനെ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കണം, അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എക്സാമിന് മുന്നേ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് ക്വസ്റ്റ്യൻ കൂടുതൽ ഫസ്റ്റ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റത്തേക്ക് വെക്കണം, ഏത് ക്വസ്റ്റ്യൻ ഞാൻ ടൈം കൊടുക്കണം, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ Tier 2 നോക്കിയാൽ ഞാനിവിടെ ഗ്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇത്രയും ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഏതാണ്ട് ഒരു 80% ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കിയാൽ ഇത്രയും ഏരിയയിൽ നിന്നാണ്. മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോമെട്രി, ട്രിഗണോമെട്രി, ഓൾജിബ്ര, റേഷ്യോ. ഓക്കെ, നോക്കിയേ, ട്രിഗണോമെട്രി നോക്കിയാൽ ഇവിടെ 3, നമ്മുടെ മെൻസുറേഷൻ നോക്കിയേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് Tier 1 Tier 2 മെൻസുറേഷനാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. Tier 1 അത്രയാ 4 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്, Tier 2 7 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെൻസുറേഷൻ നിങ്ങൾ CGL എക്സാമിന് വിട്ട് കളയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് Tier 2 Tier 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെയാണ്. അപ്പോൾ Tier 1 Tier 2 നമ്മുടെ മാത്സിൽ നോക്കിയാൽ ഇത്രയും ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി വരിക. ഓക്കെ, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ്, പിന്നെ CI കോമ്പൗണ്ടും സിമ്പിളും, CI SI, പിന്നെന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, പിന്നെന്താണ് സിംപ്ലിഫിക്കേഷൻ, പാർട്ട്ണർഷിപ്പ് ഒക്കെ നമുക്ക് റേഷ്യോയിൽ തന്നെ വരുന്നതാണ്. പക്ഷെ എന്തിലും ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഇത് രണ്ടും കൂടെ നോക്കി വെക്കാം. സോ ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ അരിത്തമാറ്റിക് എന്ന് പഠിക്കേണ്ടത്. ഇനി നോക്കിയേ, അഡ്വാൻസിൽ നോക്കിയാൽ നമുക്കിതാ മെൻസുറേഷൻ, ജോമെട്രി, ട്രിഗണോമെട്രി, ഓൾജിബ്ര, കോർഡിനേറ്റ് ജോമെട്രി. സോ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രിന്ന് നോക്കിയേ, കോർഡിനേറ്റ് ജോമെട്രിന്ന് 1 to 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നേയൊക്കെ ചോദിക്കുന്നത് കുറവാണ്. പക്ഷേ നോക്കിയേ, 1 to 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾ കറക്റ്റായി ഇത് മനസ്സിലാക്കുക. മെൻസുറേഷൻ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെൻസുറേഷൻ പലരും വിട്ടുകളയുന്ന ഏരിയയാണ്, മെൻസുറേഷൻ വിട്ടുകളയരുത്. പിന്നെ മെൻസുറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ നമ്മൾ ചെയ്യാണ്ട് തന്നെ കിട്ടും. അതായത് ചിലപ്പോൾ നമ്മൾ വോളിയൊക്കെ ചോദിച്ചാൽ നമുക്ക് പൈയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പൈൻ്റെ വാല്യൂ 22/7 ഒക്കെ വെച്ചിട്ട്, അതായത് നമ്മൾ 11ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ചിലപ്പോൾ 11ന്റെ മൾട്ടിപ്പിൾ ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ ട്രിക്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഫുള്ള് സോൾവ് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് കറക്റ്റായി ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഏതൊക്കെയാണ് ഞാൻ വിട്ടുകളയേണ്ടത്, ഏതൊക്കെയാണ് ഞാൻ കാണുമ്പോൾ തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാത്സിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാത്സ് നമ്മൾ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്ത നമ്മൾ നോക്കിയാൽ ജനറൽ അവയർനെസ്. അപ്പോൾ ഇത് ജനറൽ അവയർനെസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ കോർ സബ്ജക്റ്റ് ആയതാ ഇവിടുന്ന് തന്നെയാണ് കൂടുതൽ സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. നമ്മുടെ കോർ ഏരിയ ആയ പോളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇവിടുന്ന് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നോക്കിയേ, അതിപ്പോൾ ഇവിടെ നോക്കിയാൽ 4, പിന്നെ 4, 4, 4 ഇങ്ങനെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഏരിയ തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കിയാൽ കറണ്ട് അഫയേഴ്സിൽ തന്നെ സ്പോർട്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ സ്പോർട്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇതെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. സ്പോർട്സും സ്പേസ് ഒക്കെ നോക്കി പോവാം. അതിനാണ് കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ പൊളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്
ഇതെന്നാണ് കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. 2025 കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയ ഇതാണ്. നമ്മുടെ മെയിൻസിൽ Tier 2-നായാലും ആ ഏരിയ തന്നെയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സിൽ തന്നെ സ്പോർട്സ്, സ്പേസ്, അതൊക്കെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കാട്ടോ. സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, സോ ഇത്രയാണ് ജനറൽ അവയർനെസ്സിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, സയൻസിനൊക്കെ നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം ആകെ 2 ക്വസ്റ്റ്യനൊക്കെയാണ് സയൻസിന് വരുന്നത്. അതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഏരിയ നോക്കിയാൽ, ലാസ്റ്റത്തെ ഇയർ 2025 നോക്കിയാൽ സയൻസിനൊക്കെ വെയിറ്റേജ് കുറവായിരുന്നു. അതുപോലെ നമ്മളെ ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമിക്സ് ഇതിനൊക്കെ വെയിറ്റേജ് കൂടുതലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം. ഇനി ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിന് സാധാരണ എല്ലാം ഒരുപോലെ തന്നെയാണ്. നോക്കിയേ, വലിയ വ്യത്യാസം വന്നത് നോക്കിയാൽ ഇവിടെ റീഡിംഗ് കോമ്പിനേഷനിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെന്താ, നമ്മുടെ ഗ്രാമർ പാർട്ട് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ഗ്രാമർ പാർട്ടിൽ നിന്ന് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നോക്കിയേ, ക്ലോസ് ടെസ്റ്റ് ഒക്കെ നോക്കിയേ, എല്ലാം സെയിം ആണ്. പിന്നെ വൊക്കാബുലറിയിൽ നിന്നും കുറച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. വൊക്കാബുലറിയിൽ നിന്നൊക്കെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഏരിയ ഏതാണ്ട് ഇംഗ്ലീഷൊക്കെ ഏതാണ്ട് സെയിം ആണ്. പിന്നെ കോംപ്രിഹെൻഷൻ കുറച്ച് കൂടിയിട്ടുണ്ട്. Tier 2-നാണ് നമ്മുടെ കോംപ്രിഹെൻഷൻ വരുന്നത് കേട്ടോ. Tier 2-നാണ്. സോ കോംപ്രിഹെൻഷൻ രണ്ടും സെയിം ആണ്. Tier 2-നാണ് കേട്ടോ കോംപ്രിഹെൻഷൻ വന്നിട്ടുള്ളത്. Tier 1-ന് അങ്ങനെ കോംപ്രിഹെൻഷൻ ഇല്ല, Tier 2-ന്. പക്ഷേ അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം Tier 1-നും കോംപ്രിഹെൻഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് റീസണിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ്. ഓഡ് വൺ ഔട്ട്, സീരീസ്, മിസ്സിംഗ് ടേം, അനലോഗി, പിന്നെന്താ കോഡിങ്, ഡീകോഡിങ്, ബ്ലഡ് റിലേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിൽ നമ്മൾ നമ്മുടെ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ വാല്യൂ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഓഡ് വൺ ഔട്ട്, അതുപോലെ സീരീസ് കംപ്ലീഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ലെറ്റേഴ്സ് വെച്ചിട്ട് തന്നെ. ഇപ്പോൾ ലെറ്റേഴ്സ് ABCDൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, A-ൻ്റെ 1, B-ൻ്റെ 2 അങ്ങനെ. അപ്പോൾ അതിനുള്ള ട്രിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ആ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ സീരീസ് ഉണ്ട്, ഓഡ് വൺ ഔട്ട് ഉണ്ട്, പിന്നെ കോഡിങ്, ഡീകോഡിങ്, പിന്നെന്താണ് അങ്ങനെ ഒരു അനലോഗി. ഇതിലൊക്കെ നമുക്ക് കാണുന്നത് ആ ഒരു നമ്മുടെ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ വാല്യൂ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചിട്ടൊക്കെ നോക്കാം. പക്ഷേ നിങ്ങൾ ഒരു നമ്പർ കാണുമ്പോൾ തന്നെ, ഇപ്പോൾ M എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ 13 എന്ന് പറയണം, അല്ലെങ്കിൽ W എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ 23 എന്ന് പറയണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പറയുന്ന ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക. സോ പൊസിഷൻ വാല്യൂ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, മസ്റ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് പല ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് പഠിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ M എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഒരു 3 പോലെ എഴുതുന്നത്. സോ നമുക്ക് 13 എന്ന് എഴുതാം. W എന്ന് വെച്ചാൽ നമുക്ക് അത് ഒരു 3 23 എന്ന് എഴുതാം, 23 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ പിന്നെ വി എന്ന് വെച്ചാൽ നമുക്കത് ഇങ്ങനെ കാണിക്കില്ല, V for victory, അപ്പോൾ 22 ആണെന്ന് പറയാം. അങ്ങനെ ഓരോന്നിനും നിങ്ങൾ ചിന്തിക്കുക. സോ അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ റീസണിങ്ങിൻ്റെ ഏരിയ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രിപ്പയർ. ഇനി നിങ്ങൾ കറക്റ്റായൊരു പ്ലാൻ ചെയ്യാം. ഞാൻ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഏരിയയിൽ ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ഏരിയയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുക, ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് പലരും ഇപ്പോഴും മെൻസുറേഷൻ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ചത് എവിടെ നിന്നാണ്? മെൻസുറേഷൻ എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക, കൃത്യമായി പഠിക്കുക. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ റീസണിങ്ങിലാണെങ്കിൽ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ വാല്യൂ പഠിക്കുക. ഓക്കെ, ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ വാല്യൂ പഠിക്കുക, ആ കാര്യങ്ങളൊക്കെ പഠിക്കാം. ക്ലിയർ? പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ നമ്മൾ അത് പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സിൽ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകട്ടെ. സ്പോർട്സിന് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ച് ഈ പ്രാവശ്യം ചോദിച്ചു കൊള്ളണം എന്നല്ല, എങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക, സ്പോർട്സൊക്കെ പഠിച്ചു വെക്കുക. ഇപ്പോൾ ഓരോ കഴിഞ്ഞ ട്രോഫി, ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക, പേഴ്സണാലിറ്റീസ് അതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് വെച്ചാൽ 136. അതിന് മുന്നത്തെ പ്രാവശ്യം നമ്മൾ TCS ആയിരുന്നു നടത്തിയത്. ആ പ്രാവശ്യമൊക്കെ കുറേ കട്ട് ഓഫ് കൂടുതലായിരുന്നു. അപ്പോൾ ഒരു 15,000 ആൾക്കാരാണ് നമ്മുടെ വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം എഴുതുന്നത് ഒരു 30 to 40 lakhs ആൾക്കാരൊക്കെ ഉണ്ടാവും എക്സാം എഴുതാൻ. 30 to 40 lakhs ആൾക്കാർ എക്സാം എഴുതാനുണ്ടാവും. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമുക്കൊരു 15,000 ആണ് വേക്കൻസി എങ്കിൽ നമുക്കൊരു 1,20,000 1,20,000 ആൾക്കാരൊക്കെ നമുക്ക് Tier 2-ലേക്ക് എടുക്കും. ഓക്കെ, Tier 2-ലേക്ക് എടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഒരു കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു 145 നമ്മൾ സ്കോർ ചെയ്യാൻ നോക്കണം. 145, 145 ഒക്കെ നമ്മൾ സ്കോർ ചെയ്യാൻ നോക്കണം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 145 ആയിരിക്കണം. ഓക്കെ,
സോ അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ മുന്നിൽ സമയം കുറച്ചേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഇനി പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ഈ ക്രാഷ് കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ 200+ അവേഴ്സ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 200 അവേഴ്സ് ലൈവ് പ്ലസ് റെക്കോർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മുടെ ഇപ്പോൾ ജനറൽ അവയർനെസ്, ജനറൽ അവയർനെസ്, GK, അതിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ആദ്യം തന്നെ ക്ലാസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് നോക്കി കറക്റ്റായി നിങ്ങൾക്ക് ഇപ്പോൾ ചില പോർഷൻസ് മാത്രം മതി എന്ന് വിചാരിക്കുക. ഇപ്പോൾ പോളിറ്റിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചില പോർഷൻസ് മാത്രമാണ് ഡൗട്ട്, അപ്പോൾ അത് മാത്രം നിങ്ങൾ പഠിക്കുക. ഇനി ഹിസ്റ്ററി ആണെങ്കിൽ ആ പോർഷൻ മാത്രം നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി കംപ്ലീറ്റ് ആയി വേണമെങ്കിൽ അത് നോക്കാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. പക്ഷെ എന്ന് വെച്ചാൽ റെക്കോർഡ് മാത്രമല്ല, കാരണം നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ റെക്കോർഡ് കിട്ടും, അതുപോലെ ഇതിൻ്റെ റിവിഷനും കൂടി ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഷെഡ്യൂൾ തരും, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കണം, എന്നിട്ട് അതിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, കറക്റ്റായി പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ GK പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലൈവ് റെക്കോർഡ് ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ GKൻ്റെ കാര്യമാണ് പറയുന്നത്, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൻ്റെ ഷെഡ്യൂൾ തരും. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് വരണം. എന്നിട്ട് ഫാക്കൽറ്റീൻ്റെ കൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്കുള്ള ഡൗട്ട് ചോദിക്കാം, പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് GKൻ്റെ ക്ലാസ്. ബാക്കി മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, അതൊക്കെ കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെ ലൈവ് പ്ലസ് റെക്കോർഡ് ആയിരിക്കും. ഓക്കെ, ലൈവ് ഉണ്ടാവും, കൂടുതൽ ലൈവ് തന്നെ ആയിരിക്കും ക്ലാസ്. ഇതൊക്കെ കൂടുതൽ ലൈവ് ക്ലാസ് തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 1999 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ മുന്നേ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ വരും, പിന്നെ ടൈം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കണം. അപ്പോൾ അതിനുള്ളൊരു ക്വിക്ക് റിവിഷനാണ്. എക്സാംസ് മാക്സിമം നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആരും മോക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് എക്സാമിന് പോകരുത്. കാരണം നമ്മൾ ഡയറക്റ്റായി ഫുള്ള് സിലബസ് നമ്മൾ കവർ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമിന് പോകരുത്. ഒരിക്കലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം, ഒരിക്കലും അങ്ങനെ പറയുന്നില്ല, എങ്കിലും ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾ എക്സാമിനെ അറിയുക, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എക്സാമിന്, ഇപ്പോൾ നിങ്ങൾ കറക്റ്റായി ടാർഗറ്റ് പറഞ്ഞാൽ 145 നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ ടാർഗറ്റ് ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ 145 നിങ്ങൾ വാങ്ങിയിരിക്കാം. ഓക്കെ, സോ അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിക്കാം. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് ക്രാഷ് കോഴ്സാണ്. സോ അപ്പോൾ എല്ലാവർക്കും ഈ വർഷം തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. ഓൾ ദ ബെസ്റ്റ്.